നമുക്കേ പെരുന്നാൾ പ്രമാണിച്ച് കൊടുക്കാനുള്ള കുറച്ച് തുണികളൊക്കെ വാങ്ങാൻ വേണ്ടി പോയാലോ? എല്ലാ വർഷവും ഞങ്ങൾ നോമ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ പോയി എല്ലാം വാങ്ങിച്ച് വെച്ചേക്കും കേട്ടോ. കാരണം നോമ്പ് ഓരോന്നോരോന്ന് കഴിയുന്ന അനുസരിച്ച് നമുക്ക് ക്ഷീണം ഇങ്ങനെ കൂടി വന്നുകൊണ്ടേ ഇരിക്കും. ഇന്ന് നമ്മൾ മെയിനായിട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാലേ, ഇന്ന് നമുക്കൊരു നോമ്പ് തുറയുണ്ട്. നോമ്പ് തുറയെന്ന് പറയാൻ പറ്റില്ല, കാരണം നോമ്പ് വീട്ടിൽ നിന്ന് തുറന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ നമ്മൾ പാപ്പാടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് ഹോട്ടലിലേക്ക്. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അപ്പോൾ സമയമുണ്ടല്ലോ, ഭക്ഷണമൊന്നും ഉണ്ടാക്കിയ നേരം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തുണി എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നൈറ്റിയുടെ സെക്ഷനിലോട്ടാണ് പോയത്. കുറേ നൈറ്റികളൊക്കെ വെച്ചും തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. അങ്ങനെ ഇഷ്ടപ്പെട്ട കുറേ നൈറ്റികൾ എടുത്തു കേട്ടോ. പിന്നെ ഫ്രോക്ക് നൈറ്റി കുറേ നോക്കി, അതുമെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു SM-ൽ. പിന്നെ പിള്ളേരെയും കൊണ്ട് പോയതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മെയിനായിട്ട് ഞങ്ങളുടെ കൂടെ വന്നത് തന്നെ മീൻ വാങ്ങിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. അങ്ങനെ നൈറ്റിയുടെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ അടുത്ത ചുരിദാറിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ ചുരിദാറും എല്ലാം നോക്കി കുറച്ച് ചുരിദാറൊക്കെ എടുത്തു. ഇനി നമ്മൾ മേളിലോട്ട് പോയി അവിടെ ചെന്ന് ജെൻസിൻ്റെ സെക്ഷനിലോട്ട് വന്നു. അവിടെ ചെന്ന് ഷർട്ടും പാൻറ്റും ഒക്കെ നോക്കി. അങ്ങനെ എല്ലാം ആവശ്യമുള്ളതൊക്കെ എടുത്തു. പിന്നെ സാരി നോക്കി. സാരിയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പഴയ പോലെ ഒന്നുമല്ല, നമുക്ക് അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ആവശ്യമുള്ള കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി കേട്ടോ. അങ്ങനെ എല്ലാം വാങ്ങിക്കുന്ന അനുസരിച്ച് നമുക്കിതാ ഇവിടെ താഴെ കൊണ്ട് കൊട്ടയിൽ ഇങ്ങനെ കൂട്ടി വെക്കാം. ലാസ്റ്റ് ബില്ലടിക്കാൻ നേരം എടുത്തുകൊണ്ട് പോയാൽ മതി. അങ്ങനെ ബില്ലിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. ബില്ലിങ്ങിന് കൊണ്ടുവച്ചു. ബില്ലെല്ലാം അടിച്ചു, പൈസയൊക്കെ കൊടുത്തു. അയ്യോ എൻ്റെ പൊന്നോ, കുറേ സമയം നിൽക്കേണ്ടി വന്നു. ചെന്ന് കയറിയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇറങ്ങാൻ നേരം ബില്ല് പേ ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കിനും തിരക്കെല്ലാം ഒന്ന് കുറഞ്ഞു. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചു. കൂടെ നമുക്കതൊരു ബാഗും കൂടെ കിട്ടി കേട്ടോ. അങ്ങനെ എന്തായാലും സന്തോഷമായി. പിന്നെ ഓട്ടോയിലേക്ക് സാധനമൊക്കെ പറക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി അടുത്തത് പോകാൻ പോകുന്നത് അയാൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അയിമ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. വേറൊന്നിനുമല്ല, അവൾക്ക് ചോക്ലേറ്റ് വേണമെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ അദ്ദേഹം നേരെ അയാൻ്റെ മീൻ വാങ്ങിക്കാനായിട്ട് പോയി. അക്വേറിയം ഓൾറെഡി നമ്മൾ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടാനുള്ള മീൻ, അതുപോലെ തന്നെ അതിൻ്റെ കുറേ സാധനങ്ങൾ, ആ മേടിച്ച മീന് വേണ്ട ഫുഡ്, ഫിൽറ്റർ, ലൈറ്റ്, എല്ലാം കൂടെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഏകദേശം ഒരു 1800 രൂപയോളം ആയിട്ടുണ്ട്. ഈ അടുത്തിടെ തൊട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു ക്രേസ് തുടങ്ങിയത് മീനോടുള്ള. എന്തായാലും ബർത്ത്ഡേ ഒക്കെ വരുമല്ലേ, അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മീനൊക്കെ വാങ്ങി കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത ആളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അയിമക്ക് ചോക്ലേറ്റ് വാങ്ങിക്കണം. അപ്പോൾ നേരെ അടുത്ത കടയിലേക്ക് പോയി ബുക്കിൻ്റെ അത്രയുള്ള ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇതൊക്കെ അയിമ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ തിന്ന് തീർക്കും കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള 2-3 സാധനങ്ങൾ കൂടെയൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഓടിച്ച ഓട്ടോയിൽ കയറി കേട്ടോ. കാരണം ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളൂ നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഇച്ചിരി വെള്ളം കലക്കണം, പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്കും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഓക്കെ, ബൈ.